എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ ടി.കെ. സതി, BAMS DSM. ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം സാധാരണ മുതിർന്ന സ്ത്രീകൾക്കും പെൺകുട്ടികളിലും കണ്ടുവരാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. ഗർഭാശയത്തിൻ്റെ ഉൾഭാഗത്ത് മുഴകളുണ്ടാകുന്നതുകൊണ്ട്, ഫൈബ്രോയിഡ് യൂട്രസ്, ഗർഭാശയത്തിൻ്റെ ഉൾഭാഗം കട്ടിവെക്കുക, എൻഡോമെട്രിയാസിസ്, ഗർഭാശയത്തിന് ഇൻഫെക്ഷൻ വരിക, ഹോർമോൺ തകരാറുകൾ, ഹോർമോണിൻ്റെ തകരാറ് കൊണ്ട് വരാം. അതുപോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ തകരാറുകൾ കൊണ്ട് വരാം. തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ട് വരാം. അങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട് ഈ അമിത രക്തസ്രാവത്തിന്. കുട്ടികൾ HB അല്ലെങ്കിൽ രക്തക്കുറവ് കാണപ്പെടുന്ന കുട്ടികളിൽ ഈ രക്തസ്രാവം കൂടുതലായി വരാറുണ്ട്. പിന്നെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് പല സ്ത്രീകളിലും അമിതമായ രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. സാധാരണ ആർത്തവ ദിനങ്ങളിൽ 3-4 പാഡുകൾ മാറ്റേണ്ടി വരാറുണ്ട്. അധികമായി പാഡുകൾ മാറ്റേണ്ടി വരിക, 5-6 എണ്ണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരിക. പാഡ് നനഞ്ഞ അടിവസ്ത്രങ്ങളിൽ രക്തം പുരളുക, ഇടയ്ക്കിടയ്ക്ക് കട്ടയായിട്ട് ആർത്തവ രക്തം പോവുക, ഇതെല്ലാം രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് അധിക രക്തസ്രാവം ഉള്ളവർക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണം തോന്നും, വെള്ളദാഹം, തളർച്ച മുതലായവയൊക്കെ കാണപ്പെടാറുണ്ട്. സാധാരണയായിട്ട് 80 മില്ലി വരെ രക്തം ഒരു ദിവസം പോവാം. അത് കൂടുതൽ പോയാൽ അത് അമിത രക്തസ്രാവം ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ചിലർക്ക് 7 ദിവസമാണ് സാധാരണ ബ്ലീഡിങ് ഉണ്ടാവാറ്. അത് 10-12 ദിവസമൊക്കെ നീണ്ടു നിൽക്കുക, അതും അമിത രക്തസ്രാവത്തിൻ്റെ ലക്ഷണമാണ്. ഈ ആയുർവേദ രീതിയ ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ ആചാര്യം പറഞ്ഞിരിക്കുന്നത് ശാരീരികമായി അമിതമായി അധ്വാനിക്കുക, അതുപോലെ എരിവ്, പുളി, ഉപ്പ്, അച്ചാർ, ഉഴുന്ന്, മുതിര, പിന്നെ മസാല എന്നിവയുടെ അമിത ഉപയോഗം മൂലം വാതപിത്തങ്ങൾ വർദ്ധിച്ച് രക്തസ്രാവത്തെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. വാതപിത്തം എന്ന് വെച്ചാൽ ശരീരം, നമ്മുടെ ആയുർവേദത്തിൽ ചികിത്സയുടെ അടിസ്ഥാനം ത്രിദോഷങ്ങളാണ്: വാതം, പിത്തം, കഫം. അതിൽ വാതം എന്ന് വെച്ചാൽ എയർ, ഫയർ ആൻഡ് വാട്ടർ. വാതം, പിത്തം, കഫം. അപ്പോൾ ഇവിടെ വാതവും പിത്തവുമാണ് ദുഷിക്കുന്നത്. അപ്പോൾ ഈ വാതപിത്ത കഫങ്ങൾ ശരിയായി നിന്നാൽ, സമാവസ്ഥയിൽ നിന്നാൽ ആരോഗ്യം, അത് കൂടിയും കുറഞ്ഞും ഇരുന്നാലാണ് രോഗങ്ങൾ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അമിത അധ്വാനം മുതലായവ, ഈ ആഹാര രീതികൾ, മസാല ചേർന്ന ഭക്ഷണം, കൂടുതൽ ഉഴുന്ന്, മുതിര, വെളുത്തുള്ളി, കടുക്, ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വാതപിത്തങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ അത് രോഗത്തെ ഉണ്ടാക്കും. അങ്ങനെ രക്തം ദുഷിപ്പിച്ച് പിത്തം വർദ്ധിച്ച് രക്തസ്രാവത്തെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് നിദാന പരിവർജനമാണ് ചികിത്സ. അപ്പോൾ ഇതിന് നമുക്ക് രക്തസ്രാവത്തിന് കാരണമായ കാരണങ്ങളെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായി വിശ്രമിക്കുക, പിന്നെ ഭക്ഷണം നല്ല എരിവും പുളിയൊക്കെ കുറച്ച്, അച്ചാറൊന്നും കൂട്ടാതെ നല്ല ശരീരത്തിന് തണുപ്പിനെ തരുന്ന ആഹാരങ്ങൾ, തണുപ്പിനെന്ന് വെച്ചാൽ ശീതളങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അതുപോലെ കറികളിലൊക്കെ എരിവും പുളിയുപ്പൊക്കെ കുറയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ആഹാരങ്ങൾ കഴിക്കരുത്. അതാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ആയുർവേദത്തിൽ ധാരാളം ഔഷധക്കൂട്ടുകളുണ്ട് അമിത രക്തസ്രാവത്തെ തടയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ദ്രാക്ഷാദി കഷായം. ദ്രാക്ഷ എന്ന് വെച്ചാൽ ഉണക്കമുന്തിരിങ്ങ. അതിൽ ഉണക്കമുന്തിരിങ്ങ, താമരയല്ലി, പതുമുഖം, താമരവളയം, പിന്നെ ഇരുവേലി, രാമച്ചം, ചന്ദനം മുതലായ മരുന്നുകളാണ്. അപ്പോൾ അതിട്ട് തിളപ്പിച്ച് കഷായം വെച്ചിട്ട് 2 നേരം തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. അത് കഴിച്ചുകൊണ്ടിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിലെ രക്തസ്രാവം കുറയും. നല്ലൊരു എഫക്റ്റീവായൊരു കഷായമാണ് ദ്രാക്ഷാദി കഷായം. പിന്നെ അടുത്തത് രണ്ടാമത്താണ് പുഷ്യാനുക ചൂർണം എന്ന് പറയും. പുഷ്യാനുക ചൂർണവും വളരെ നല്ലൊരു മരുന്നാണ്. അത് നമുക്ക് ഈ 2 മരുന്നും ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ പുഷ്യാനുക ചൂർണത്തിൽ 10-24 കൂട്ടം മരുന്നുകളുണ്ട്. ഞാവൽക്കുരു, മാങ്ങേണ്ടിപ്പരിപ്പ്, ചന്ദനം, പതിമുഖം, അങ്ങനെ കുറേ മരുന്നുകൾ പൊടിച്ചതാണ് ഈ പുഷ്യാനുക ചൂർണം. അതും വളരെ എഫക്റ്റീവായ ഒരു മരുന്നാണ്. അത് ഒരു 1/2 ടീസ്പൂണ്
തേന് ചലിച്ചിട്ട് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുക. ഇത് വളരെ നല്ലൊരു മരുന്നാണ്. പിന്നെ ഇതാണ് പ്രധാനമായിട്ട് നല്ല എഫക്റ്റീവായിട്ട് 2 കൂട്ടം മരുന്നുകളുള്ളത്. പിന്നെ ധാരാളം ഒറ്റമൂലികൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അതിലൊന്നാമത്തതാണ് ശതാവരിക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലിയും അതിൻ്റെ ഉള്ളിൽ നാരും കളഞ്ഞിട്ട് 2 കഷ്ണം എടുത്ത് ചതച്ച് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാലളവ് വറ്റിക്കുക. എന്നിട്ട് അത് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കഴിക്കുക. അത് നല്ല മരുന്നാണ്. പിന്നെ തെങ്ങിൻ പൂക്കുലയുടെ നീരെടുത്തിട്ട് ഒരു 10 മില്ലി അല്പം പഞ്ചസാരയോ തേനോ ചേർത്തിട്ട് അതും വെറും വയറ്റിൽ കഴിച്ചാലും വളരെ നല്ലതാണ് ഈ രക്തസ്രാവത്തെ തടയുന്നതിന്. ചെമ്പരത്തിപ്പൂവ്, ഈ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ, അതും വളരെ നല്ലതാണ്. അത് ഒരു 4-5 എടുത്ത് അതിൻ്റെ ഇതളുകൾ അടർത്തി എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് രാവിലെയും വൈകിട്ടും 1 ഗ്ലാസ് അതും കഴിക്കാവുന്നതാണ്. അത് നല്ലൊരു മരുന്നാണ്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ഈ രക്തസ്രാവത്തിൽ ഈ ചെമ്പരത്തിപ്പൂ കൊടുക്കുന്നത് നല്ല എഫക്റ്റീവായി വന്നിട്ടുണ്ട്. മറ്റ് അനേകം മരുന്നുകളുണ്ട്. അത് നമ്മൾ രോഗികളുടെ അവസ്ഥയ്ക്കനുസരിച്ച് പ്രയോഗിക്കണം. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. സംശയം ഉണ്ടെങ്കിൽ കമൻസായി ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വരട്ടെ. നന്ദി, നമസ്കാരം.